advertising elasticity of demand, AED. It is a measure of how much advertising expenditure affects the demand for a good or service. ഒരു സാധനത്തിന്റെയോ സേവനത്തിന്റെയോ ഡിമാൻഡിനെ അതിന്റെ പരസ്യ ചെലവ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് AED മെഷർ ചെയ്യുന്നത്. It is a useful measure of advertising effectiveness. പരസ്യ ചെലവിന്റെ അല്ലെങ്കിൽ പരസ്യത്തിന്റെ ഫലപ്രാപ്തി മെഷർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അഡ്വർടൈസിംഗ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ് ഓർ സർവീസ് compared to the percentage change in the level of advertising expenditure. ഇതിവിടെ എന്താണ് താരതമ്യം ചെയ്യുന്നത്? പരസ്യ ചെലവിലുണ്ടായ ശതമാനമാറ്റവും ഡിമാൻഡിലുണ്ടായ ശതമാനമാറ്റവും തമ്മിലാണ് താരതമ്യം ചെയ്യുക. The advertising elasticity of demand should be positive. അത് പോസിറ്റീവ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ പരസ്യങ്ങൾ കൊണ്ട് വിൽപ്പന വർദ്ധിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതിനുള്ള ഫോർമുല നമുക്ക് നോക്കാം. Advertising elasticity of demand, AED, is equal to percentage change in quantity demanded divided by percentage change in advertising expenditure. ഡിമാൻഡിലുണ്ടായ ശതമാനമാറ്റത്തെ അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചറിലുണ്ടായ ശതമാനമാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് AED ലഭിക്കും. The value that is derived as result for the advertising elasticity will vary from 0 to infinity. And the value in 0 to infinity. If the value for AED calculated is below 1, then the product is said to be inelastic in response to advertising expenditure. AED numerical value ഒന്നിൽ താഴെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ കൊണ്ട് വലിയ പ്രചോദനം അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകുന്നില്ല. ഡിമാൻഡിൽ കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. This means that an increase in advertising expenditure of say 20% has led to a growth in demand for the product of less than 20%. എന്താ ഇതിന്റെ അർത്ഥമാക്കുക? AED ഒന്നിൽ താഴെയാണെങ്കിൽ 20% പരസ്യ ചെലവ് വർദ്ധിപ്പിക്കുമ്പോൾ ഡിമാൻഡിൽ 20% കണ്ട് വർധന ഉണ്ടാകുന്നില്ല. അതിൽ താഴെയാണ് 15 ആയിരിക്കാം, 10 ആയിരിക്കാം. The lower the value of the AED, the less effective advertisement expenditure has been in boosting demand. AED വാല്യൂ കുറവാണെങ്കിൽ അർത്ഥം എന്താണ്? അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ ഇഫക്റ്റീവ്നെസ് ഇല്ല എന്നാണ് അർത്ഥം. ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചർ കൊണ്ട് സാധിക്കില്ല എന്നാണ് അർത്ഥമാണ്. The value of greater than 1 indicates that the demand for the product is highly responsive to changes in advertising expenditure. AED value ഒന്നിൽ കൂടുതലാണെങ്കിൽ അത് കാണിക്കുന്നത് എന്താണ്? അഡ്വർടൈസിംഗ് എക്സ്പെൻഡിച്ചറിലൂടെ വളരെ വലിയ വ്യത്യാസം ഡിമാൻഡിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. ഡിമാൻഡ് ഹൈലി റെസ്പോൺസീവ് ആണെന്നാണ്. This means that an increase in advertising expenditure will generate a greater increase in demand for the product. ഇത് അർത്ഥമാക്കുക അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡ് കാര്യമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. Then let us find out what are the limitations of the AED. ഈ AED വാല്യൂവിന്റെ എന്താണ് ലിമിറ്റേഷൻ നമുക്ക് നോക്കാം. However, while the AED value may be very useful, a simple numerical interpretation of the value may not be entirely appropriate for a number of reasons. നമ്മൾ AED ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത്ര ലളിതമായിട്ട് നമുക്ക് പലപ്പോഴും അതിന്റെ ഇഫക്റ്റിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നോക്കാം. ഏതൊക്കെ കാരണങ്ങൾ നോക്കാം. The purpose of a lot of advertising may not be directly boost demand, but to help with building a brand image or a brand loyalty. The AED value cannot show the effectiveness of this strategy.
പല അഡ്വർടൈസിങ് സ്ട്രാറ്റജിയുടെയും ലക്ഷ്യം തന്നെ എന്താണ്? ഡിമാൻഡ് വർദ്ധിപ്പിക്കുക എന്ന് മാത്രമല്ല, ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കുക, ഒരു ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാക്കുക എന്നതാണ്. ബ്രാൻഡിങ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്താണ്, ഒരിക്കലും നമുക്ക് അഡ്വർടൈസ്മെന്റിന്റെ ഇഫക്റ്റീവ്നെസ് അതിന് ന്യൂമറിക്കൽ വാല്യൂ വെച്ച് പറയാൻ സാധിക്കില്ല. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇഫ് ഡീലിംഗ് വിത്ത് എ ഫാമിലി ഓഫ് ബ്രാൻഡ്സ്, it may be difficult to isolate the effects of the advertising spending on a single product or service, and this may distort the apparent effectiveness of the expenditure. ഇപ്പോൾ ഒരു കൂട്ടം ബ്രാൻഡുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് അഡ്വർടൈസ്മെന്റ് എങ്കിൽ നമുക്ക് ഒന്നിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അതിന്റെ ഇഫക്റ്റ്. അതുകൊണ്ട് തന്നെ അതിന്റെ അഡ്വർടൈസ്മെന്റ് ഇഫക്റ്റീവ്നെസ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുമില്ല. It may be difficult to isolate the impact of advertising expenditure to a specific time period. Some campaigns are ongoing over a considerable period, and other factors may also influence demand over an extended period. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഇഫക്റ്റീവ്നെസ് കണ്ടെത്താൻ പറ്റില്ല. കാരണം ചില പരസ്യ ചെലവുകൾ, ചില പരസ്യങ്ങൾ ദീർഘകാലത്തിലായിരിക്കും പ്രതികരിക്കുക. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ അതിന്റെ ഇഫക്റ്റീവ്നെസ് നമുക്ക് ഇതിന്റെ വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ തെറ്റായിരിക്കും. കാരണം ദീർഘകാലത്തിലായിരിക്കാം ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ആ പരസ്യം മാറി വരുന്നത്. ഇതൊക്കെ അതിന്റെ ലിമിറ്റേഷൻസ് ആണ്. എങ്കിൽ പോലും ഒരു പരിധി വരെ അഡ്വർടൈസ്മെന്റിന്റെ ഇഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ ഇക്കോണമിസ്റ്റുകളും ബിസിനസ്സുകാരൊക്കെ ഉപയോഗിക്കുന്നതാണ് AED എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.